വീഡിയോ ഒരു ഞണ്ട് ക്ലീനിങ് വീഡിയോയാണ്. അപ്പം ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഞണ്ട്. കണ്ടാൽ നമുക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നുമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ചേച്ചിയുടെ മോനെ കടലിൽ പോയിട്ട് കൊണ്ടുവന്ന് ഫ്രഷ് ഞണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു പഴയ കട്ടിംഗ് ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം തെറിച്ച് പോകാതിരിക്കാനായിട്ടാണിത്. അപ്പം നമുക്കിനി ക്ലീനിങ് തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമുക്ക് കാല് രണ്ട് നമുക്ക് ഒടിച്ച് മാറ്റാം. നമുക്ക് ഈ പോർഷൻസ് സാധാരണ എടുക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പം ഞാനിത് എടുക്കുന്നില്ല. അവരിത് എടുത്തിട്ട് എന്താണ് കഴിക്കാനായിട്ട് പൊരിച്ച് കഴിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മൊത്തത്തിൽ മണ്ണാണ്. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാൻ. നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണമെന്ന് പറയും. പക്ഷെ ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഞാനിപ്പോൾ അത് കളയുക ചെയ്യുന്നത്. ഇതിൻ്റെ കാല് നമുക്ക് വേണ്ട, ചെറിയ കാലൊന്നും വേണ്ട, വലിയ കാല് മാത്രം എടുത്താൽ മതി. ഇത് ആദ്യം നമുക്ക് വേണ്ട കളയാം. ഇത് ഇവിടെ ഒന്ന് പിടിച്ച് പൊട്ടിച്ചിങ് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്താൽ മതി. കണ്ടോ? ഇനി ഈ പോർഷൻസ് കളയണം. അതുപോലെ ഇവിടെയൊക്കെയുള്ള പോർഷൻസ് കൂടെ അങ്ങ് ക്ലീൻ കട്ട് ചെയ്താൽ കളഞ്ഞാൽ മതി. ഇത് കണ്ടോ? അതെ, ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം വേണമെങ്കിൽ കാല് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഈ കാല് നമുക്കൊന്ന് മാറ്റാം. ഇത് പിടിക്കുക. ഇതോടെ തോടോടെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. കണ്ടോ? ഇനി നമുക്ക് ഈ കാല്, ചെറിയ കാല് വേണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചെടുത്താൽ മതി. കണ്ടോ? കണ്ടോ? ഇത് കണ്ട, ഇങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്ന ഞണ്ടിന് ഇങ്ങനെയാണ്. അത് കുറച്ചുകൂടെ വലിയ ഞണ്ട. ഞാനിനി എല്ലാ ഞണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞണ്ടെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കാലുകളുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ചെറിയ കാലാണ്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പിച്ചാത്തിയുടെ ഭാഗം തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ട. ഇത് കട്ട് ചെയ്ത് കളയണം. കേട്ടോ, ഒറ്റ വെട്ടിന് 2 പീസായിട്ട് പോകും. ഞാനിപ്പോൾ പെതുക്കെ വെട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഒരു പോർഷന് ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. വേണ്ടാത്തത് കണ്ട ഇവിടെ വയ്ക്കുക. പിച്ചാത്തിയുടെ ബാക്ക് ഭാഗം കൊണ്ട് തെറിച്ച് പോയി. ഇതുപോലെ ജസ്റ്റ് ഒരു വെട്ടുക, തിരിച്ച് പിടിച്ചിട്ട് കണ്ട വെട്ടി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ കാലും കൂടി ക്ലീൻ ചെയ്തെടുക്കട്ടെ. വലിയ ഞണ്ടിൻ്റെ കാലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടിച്ച് കഴിക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ഇതിപ്പോൾ ചെറിയ ഞണ്ട, ഇവിടെയൊന്നും വെട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് വെട്ടാത്തത്. ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉടനെ കറി വെക്കണമെന്നാണ് അമ്മാമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഞണ്ടിരുന്ന് വെള്ളമായി പോകുമെന്ന് പറയും. അപ്പം ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാൻ കുറച്ച് ടൈം എടുക്കുകയാണെങ്കിൽ ഇതിനെ നേരെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി എല്ലാം കഴിഞ്ഞ് റോസ്റ്റ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്ക് മാത്രം ഞണ്ടിനെ വെളിയിലൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഞണ്ടിൻ്റെ ആ ഫ്ലഷ് എല്ലാം വെള്ളമായി പോകുമെന്ന് പറയും.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലെന്ന് ആരും പറയരുത്. ഞണ്ട് ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോയെ പറ്റി അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.